ഇരിക്കൂറിന്റെ വികസന കുതിപ്പിന് കരുത്തേകി മിനി സിവിൽ സ്റ്റേഷൻ. സ്ഥലപരിശോധനയും പ്രാഥമിക ചർച്ചകൾക്കും തുടക്കമായി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഗവൺമെന്റിന്റെ കന്നി ബജറ്റിൽ 5 കോടി വകയിരുത്തിയ ഇരിക്കൂർ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലപരിശോധനയും പ്രാഥമിക ചർച്ചകൾക്കും തുടക്കമായി. ഇരിക്കൂറിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലപ്പഴക്കം കൊണ്ടും അസൗകര്യങ്ങൾ കൊണ്ടും വീർപ്പുമുട്ടുന്ന 14ഓളം വരുന്ന സർക്കാർ കാര്യാലയങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന നാടിന്റെ ചിരകാല അഭിലാഷമാണ് സജി ജോസഫ് എം.എൽ.എയുടെ സജീവമായ ഇടപെടലിലൂടെ പ്രാവർത്തികമാകുന്നത്. ഇരിക്കൂറിലെ മുഴുവൻ സർക്കാർ കാര്യാലയങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരണമെന്നും റവന്യൂ ടവർ നിർമ്മിക്കണമെന്നും ഉള്ള ആവശ്യത്തിന് കഴിഞ്ഞ 10 വർഷമായി ഭരണം നടത്തിവരുന്ന ഇടത് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും UDF നേതൃത്വവും സജി ജോസഫ് എം.എൽ.എയുടെ മുന്നിൽ ഈ വിഷയം ഗൗരവമായി അവതരിപ്പിക്കുകയും UDFന്റെ പ്രഥമ ബജറ്റിൽ തന്നെ ഇതിനായി 5 കോടി രൂപ വകയിരുത്തുകയും ചെയ്തത് ഇരിക്കൂറിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുകയായിരുന്നു. 100 വർഷത്തിലധികം പഴക്കമുള്ള സബ് രജിസ്ട്രാർ ഓഫീസും അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന വില്ലേജ് ഓഫീസും ഇരിക്കൂറിൽ എത്തുന്നവർക്ക് തീരാ ദുരിതമായിരുന്നു. വാഹന സൗകര്യം പോലും ഇല്ലാത്ത ഈ ഓഫീസുകളിലേക്ക് പ്രായമേറിയവർക്കുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും വാർത്തയായിരുന്നു. ഇതിന് പരിഹാരം എന്ന നിലയിലാണ് ഇരിക്കൂറിലെ 14ഓളം വരുന്ന സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പദ്ധതിയുമായി സജി ജോസഫ് എം.എൽ.എ രംഗത്ത് വന്നത്. മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ ഓഫീസും വില്ലേജ് ഓഫീസും സ്ഥിതി ചെയ്യുന്ന 85 സെന്റ് സ്ഥലവും പോലീസ് വകുപ്പിന്റെ കീഴിലുള്ള 35 സെന്റ് സ്ഥലവും ഉൾപ്പെടെ വരുന്ന പ്രദേശത്താണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ റവന്യൂ ടവർ നിർമ്മാണം വളരെ വേഗം പൂർത്തീകരിക്കുന്നത്. ഇതിന്റെ ആദ്യപടി എന്ന നിലയിൽ ADM, തഹസിൽദാർ, PWDയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തുടങ്ങി നാട്ടിലെ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതൃത്വങ്ങളുടെ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് CK മുഹമ്മദ് മാസ്റ്റർ വിളിച്ചു ചേർത്തു. യോഗം റവന്യൂ ടവർ നിർമ്മാണം വളരെ വേഗം പൂർത്തീകരിക്കാൻ പദ്ധതികൾ ആവിഷ്കരിച്ചു. പോലീസ് വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലം റവന്യൂ ടവർ നിർമ്മാണത്തിന് വിട്ടുകിട്ടുന്നതിന് സജി ജോസഫ് എം.എൽ.എയുടെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘം മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവരെ കാണും. 5 കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റിൽ ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഈ മിനി സിവിൽ സ്റ്റേഷൻ ഇവിടെ സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികൾ ആരംഭിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ADM-ഉം തഹസിൽദാറും സാന്നിധ്യത്തിൽ ഇവിടെ ഒരു സ്ഥലപരിശോധന നടത്തി. നിലവിൽ ഇവിടെ നമുക്ക് ലഭ്യമായ സ്ഥലം 85 സെന്റ്. റവന്യൂ വകുപ്പിൻ്റെയും രജിസ്ട്രേഷൻ വകുപ്പിൻ്റെയും കയ്യിലുണ്ടായിരുന്ന സ്ഥലം ഇതിനായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അതായത് 85 സെന്റ് സ്ഥലം. പോലീസ് സേനയുടെ സ്ഥലം കൂടി നമുക്ക് ചേർന്ന് കിട്ടിയാൽ, ഇതിനോടൊപ്പം കിട്ടിയാൽ നമുക്ക് വളരെ പ്രയോജനകരമായ നിലയിൽ കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ ഈ സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കാൻ സാധിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോടും പോലീസ് വകുപ്പിനോടും ഒരു അഭ്യർത്ഥന നടത്താൻ വേണ്ടിയാണ് നമ്മളിന്ന് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് യോഗം ചേർന്ന് ഇതിൻ്റെ ഈ ആവശ്യം ഗവൺമെൻറ്റിനെ അറിയിച്ച് അനുകൂലമായ തീരുമാനമുണ്ടായാൽ നമുക്ക് പോലീസ് വകുപ്പിൻ്റെ കൂടിയുള്ള സൗകര്യം ഏർപ്പെടുത്തി വളരെ വിപുലമായ ഒരു കെട്ടിട സമുച്ചയം ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും. അതിനെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ലഭ്യമായ സ്ഥലത്ത് ഏറ്റവും മനോഹരമായ ഒരു സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കാൻ ആധുനിക സൗകര്യങ്ങളോടെ ഏറ്റവും നല്ല നിലയിലുള്ള ഒരു സംവിധാനമാണ്. 14 ഓഫീസുകളാണ് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിക്കുന്നത് രജിസ്ട്രേഷൻ ഓഫീസും വില്ലേജ് ഓഫീസും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ തൃശ്ശൂർ ടൗണിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ സ്ഥലപരിമിതിയുള്ള നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഓഫീസാണ്. 14 ഓഫീസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചിലപ്പോൾ കൂടുതൽ ഓഫീസുകൾ കൂടി ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് സംബന്ധിച്ചുള്ള പരിശോധന നടപടികളാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമത്തിലാണ് ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും നടത്തി വരുന്നത്. ഇതിനാവശ്യമായ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്ന പഞ്ചായത്ത് അധികൃതരെയും അതുപോലെ തന്നെ വകുപ്പ് മേധാവികളെയും ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായിട്ട് പരിശ്രമിക്കും. ആധുനിക രീതിയിലുള്ള റവന്യൂ ടവറിന്റെ രൂപകൽപ്പനയും സാങ്കേതിക പ്രവൃത്തികൾക്കും സ്വകാര്യ മേഖലയിലെ പ്രഗത്ഭരുടെ സേവനം ഉറപ്പുവരുത്തുന്നതിനും യോഗം തീരുമാനിച്ചു. അഡ്വക്കേറ്റ് സജി ജോസഫ് എം.എൽ.എ, ADM PN പുരുഷോത്തമൻ, തളിപ്പറമ്പ് തഹസിൽദാർ P. സജീവൻ, പൊതുമരാമത്ത് ബിൽഡിംഗ് വിഭാഗം ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ
സി സവിത, വൈസ് പ്രസിഡന്റ് MO ശ്രീജ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KK കുഞ്ഞുമായൻ മാസ്റ്റർ, TC നസിയത്ത്, സൗദ ദാമിസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം UP അബ്ദുറഹ്മാൻ, മുൻ പ്രസിഡന്റുമാരായ KT നസീർ, KT അനസ്, TP ഫാത്തിമ, അംഗങ്ങളായ KK ഷഫീഖ്, AP ഷമീർ, MV ജനാർദ്ദനൻ, KR അഫീദ, RP താഹിറ, BP നലീഫ, ആഷിഖ് മാമു, CV ഫൈസൽ, K ഷംസുദ്ദീൻ, CC അഹമ്മദ് കുട്ടിഹാജെ, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആശിഷ് കുമാർ BK, PS ആരതി, K സലീന, V റുക്സാന, വില്ലേജ് ഓഫീസർ VM മനോജ്, സബ് രജിസ്ട്രാർ രാകേഷ് ചാത്തോത്തി എന്നിവർ സംബന്ധിച്ചു. ഇരിക്കൂറിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കി കഴിഞ്ഞ മാസം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് വരുന്നതിന്റെ ഒരാഴ്ച മുമ്പേ ഇരിക്കൂറിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹ്യ സംഘടനകളുടെയും യോഗം ഇരിക്കൂറിന്റെ സമഗ്ര പുരോഗതി ചർച്ച നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി ബഹുമാനപ്പെട്ട MLAയുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്തു. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സമഗ്രമായ ചർച്ച നടത്തുകയും ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി ഇരിക്കൂറിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന 14ഓളം സർക്കാർ ഓഫീസുകൾ ഒരു കുടക്ക് കീഴിൽ സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കുകയും നമ്മുടെ വില്ലേജ് ഓഫീസ്, റവന്യൂ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഏകദേശം 85 സെന്റ് സ്ഥലം, ആ സ്ഥലത്ത് വിപുലമായ റവന്യൂ ടവർ സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രാരംഭ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാറുമായി ബന്ധപ്പെട്ടു നമ്മുടെ MLAയുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ ഫലമായി, അഡ്വക്കേറ്റ് സജി ജോസഫ് MLAയുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ ഫലമായി പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 5 കോടി രൂപ അനുവദിച്ചു കിട്ടുകയും ചെയ്തിരുന്നു. ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അതിനുവേണ്ടി ശ്രമിച്ച ബഹുമാനപ്പെട്ട MLAയെയും ഇരിക്കൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ഹൃദയംഗമായി അഭിനന്ദിക്കുകയാണ്. ഇന്ന് പ്രസ്തുത സ്ഥലം സന്ദർശിച്ച് അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കണ്ണൂർ ADM, അതുപോലെ തന്നെ തളിപ്പറമ്പ് തഹസിൽദാർ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ തുടങ്ങിയ വിവിധ മേഖലകളിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സ്ഥലം സന്ദർശിക്കുകയും ആവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും എത്രയും പെട്ടെന്ന് സ്ഥലം ലഭ്യമാക്കാനുള്ള അതോടെ വില്ലേജിൻ്റെയും രജിസ്റ്റർ ഓഫീസിൻ്റെയും നേതൃത്വത്തിൽ ഏകദേശം 85ഓളം സെന്റ് സ്ഥലമുണ്ട്. അതിനോട് ചേർന്ന് 17 സെന്റ് സ്ഥലം പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കൈവശമുണ്ട്. അത് സാധിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി, ടവറിന്റെ നിർമ്മാണത്തിന് വേണ്ടി സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും MLAയുടെ നേതൃത്വത്തിൽ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ കാണുന്നതാണ്. തീർച്ചയായും എത്രയും പെട്ടെന്ന് ഇത് സാധ്യമാകുന്നതിനുള്ള ശ്രമങ്ങൾ ഭരണസമിതി നടത്തി വരികയാണ്.